ആലപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് ആണ്. ചേർത്തല നഗരസഭയിലും തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കിയത്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയെങ്കിലും പൊതുവെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. 73.75% ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം. രാവിലെ മുതൽ തന്നെ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്കുള്ള സൂചനകൾ നൽകി വലിയ തിരക്കാണ് ബൂത്തുകൾ അനുഭവപ്പെട്ടത്. ഉച്ചയോടടുത്തപ്പോൾ തന്നെ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പോളിംഗ് 50% പിന്നിട്ടു. നഗരസഭകൾ 79.53% പോളിംഗോടെ ചേർത്തലയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 84.12% പോളിംഗ് രേഖപ്പെടുത്തി തൈക്കാട്ടുശ്ശേരിയും പോളിംഗ് ശതമാനത്തിൽ മുന്നിലെത്തി. ഏതാനും ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയെങ്കിലും പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച് വോട്ട് പുനരാരംഭിച്ചു. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയുടെ പേര് മറഞ്ഞിരുന്നതിനാൽ സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെപ്പിച്ചിരുന്നു. CPM കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വയലാർ, പള്ളിപ്പുറം, ചുനക്കര എന്നിവിടങ്ങളിൽ തർക്കമുയർന്നു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രി 7 വരെ പോളിംഗ് നീണ്ടു. കഴിഞ്ഞ തവണ LDFന് മൃഗീയ ഭൂരിപക്ഷമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ആലപ്പുഴയിൽ ലഭ്യമായത്. 72-ൽ 53 LDF പിടിച്ചടക്കിയിരുന്നു. എന്നാൽ ആ വിജയം ഇത്തവണ ആവർത്തിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 12 ബ്ലോക്ക് പഞ്ചായത്തിൽ വെളിയനാട് മാത്രമാണ് UDFനുണ്ടായിരുന്നത്. ആ ചിത്രത്തിനും മാറ്റം വരും. നഗരസഭകളിലേക്ക് കടക്കുമ്പോൾ കായംകുളത്തും മാവേലിക്കരയിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDF നില മെച്ചപ്പെടുത്തിയേക്കും. മാവേലിക്കര നഗരസഭയിൽ ഉൾപ്പെടെ BJPക്കുണ്ടാകാൻ പോകുന്ന കുതിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് ബാധിക്കുക എന്ന് വേണം കാത്തിരുന്നു കാണാൻ. News 18 ആലപ്പുഴ.